നീറ്റ് ക്രമക്കേടിൽ പരീക്ഷ റദ്ദാക്കാൻ കഴിയില്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തു. പരീക്ഷ റദ്ദാക്കിയാൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ബാധിക്കും. പരീക്ഷ പൂർണ്ണമായും റദ്ദാക്കുന്നത് സുതാര്യതയെ ബാധിക്കും. ചോദ്യപേപ്പർ ചോർച്ചയിലും ക്രമക്കേടിലും കർശന നടപടിയെടുക്കണമെന്നും വലിയ തോതിൽ സുതാര്യത ലംഘിക്കപ്പെട്ടു എന്നതിന് തെളിവില്ല എന്നും കേന്ദ്രം. വിവരങ്ങളുമായി ഷബ്ന സിയാദ് ചേരുന്നു. ഷബ്ന, വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് രാജ്യമെമ്പാടും ഈ ഒരു നീറ്റ് ക്രമക്കേടിനെതിരെ നടക്കുന്നത്. ഇപ്പോൾ പരീക്ഷ റദ്ദാക്കണ്ട എന്നൊരു വാദമാണ് കേന്ദ്രം സുപ്രീം കോടതിയിൽ ഉന്നയിക്കുന്നത്. എന്തെല്ലാമാണ് വിവരങ്ങൾ? സുപ്രീം കോടതി ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഹർജികൾ തിങ്കളാഴ്ച പരിഗണിക്കാനിരിക്കെയാണ് കേന്ദ്ര സർക്കാർ ഇത്തരം ഒരു സത്യവാങ്മൂലം ഇപ്പോൾ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. നീറ്റ് പരീക്ഷ പൂർണ്ണമായും റദ്ദാക്കുന്നത് അതിന്റെ സുതാര്യതയെ ബാധിക്കും. അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഇതുമായി ബന്ധപ്പെട്ട് പരീക്ഷ എഴുതുന്നു, അവരുടെ ഭാവിയെ ബാധിക്കും. ചോദ്യപേപ്പർ ചോർച്ചയിലും ക്രമക്കേടിലും കർശന നടപടിയെടുക്കണം എന്ന് തന്നെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ വലിയ തോതിൽ ഈ പരീക്ഷയുടെ സുതാര്യത ലംഘിക്കപ്പെട്ടു എന്നതിന് കൃത്യമായ ഒരു തെളിവുകളില്ല. പരീക്ഷാ ക്രമക്കേടിൽ CBI ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പരീക്ഷ റദ്ദാക്കേണ്ട എന്ന നിലപാടാണ് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ നിലപാടെടുക്കുന്നത്. ഏതായാലും സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട ഹർജികൾ 8-ാം തീയതിയാണ്, അതായത് തിങ്കളാഴ്ചയാണ് പരിഗണിക്കാൻ മാറ്റിയിട്ടുള്ളത്. നിരവധി വിദ്യാർത്ഥികളും അതുപോലെ സ്ഥാപനങ്ങളും അടക്കം ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതുപോലെ വിവിധ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഹർജികളെല്ലാം തന്നെ ഒരുമിച്ച് കേൾക്കാൻ സുപ്രീം കോടതി തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ചയായിരിക്കും സുപ്രീം കോടതി ഇതിൽ ഒരു തീരുമാനം പറയുക. കേന്ദ്ര സർക്കാർ ഏതായാലും ഗ്രേസ് മാർക്ക് സംബന്ധിച്ച് ഗ്രേസ് മാർക്ക് നൽകിയത് റദ്ദാക്കുന്നു എന്ന് കേന്ദ്ര സർക്കാർ തന്നെ സുപ്രീം കോടതിയെ നേരത്തെ അറിയിച്ചിരുന്നു. ഇപ്പോൾ ഈ പരീക്ഷ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് അത്തരത്തിലൊരു നിലപാടിലേക്ക് പോകരുത് എന്നാണ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുന്നത്. ഇത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി സംബന്ധിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ പരീക്ഷ റദ്ദാക്കരുത് എന്നൊരു നിലപാടിൽ കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നു. ഏതായാലും സുപ്രീം കോടതി തിങ്കളാഴ്ച ഇതിൽ കൃത്യമായ ഒരു വ്യക്തത വരുത്തിയേക്കും. സുപ്രീം കോടതി 8-ാം തീയതി ഹർജി പരിഗണിക്കുന്നുമുണ്ട്. ശരി ഷബ്ന, സുപ്രീം കോടതി എന്താണ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുക എന്നതാണ് വിദ്യാർത്ഥികളടക്കം ഇപ്പോൾ നോക്കിക്കാണുന്നത്. നീറ്റ് ക്രമക്കേടിൽ പരീക്ഷ റദ്ദാക്കാൻ കഴിയില്ല എന്നാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ഇപ്പോൾ സത്യവാങ്മൂലം ഫയൽ ചെയ്തിരിക്കുന്നത്.